പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ ഒന്നാം ഘട്ട വിതരണം ഇന്നാണ്. 11.5 ഏക്കർ ഭൂമിയിൽ 105 വീടുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 51 വീടുകളുടെ താക്കോലാണ് ഇന്ന് കൈമാറുന്നത്. വീടിന്റെ അകം നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ VS രഞ്ജിത്ത് വയനാട്ടിലുണ്ട്. തത്സമയം ഇന്നലെ നമ്മൾ വിശദമായി തന്നെ വീടിന്റെ ഉൾവശം കണ്ടിരുന്നു. 3 ബെഡ്റൂമുകൾ, അതിൽ 2 BHK അടങ്ങിയ വീടാണ് കൊടുക്കുന്നത്. 8 സെന്റിലാണ് ആ ഭൂമി ഉള്ളത്, വീട് നിൽക്കുന്നതും. VS രഞ്ജിത്ത് നമുക്കൊപ്പമുണ്ട്, ഒപ്പം ദീപക് മോഹനും. ആദ്യം നമുക്ക് VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, ഇന്ന് 4 മണിക്ക് 51 പേർക്ക് പുതിയ അഭയകേന്ദ്രം കിട്ടുകയാണ്. ദുരന്തബാധിതരായ മനുഷ്യരിൽ ഒരു ചെറിയ പുഞ്ചിരി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പടർത്താൻ കഴിയും. ചെറിയ കാര്യമല്ല. വളരെ പ്രൊഫഷണലായ ആർക്കിടെക്റ്റാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നമ്മളോട് പറഞ്ഞതനുസരിച്ച് കൊടുത്തിട്ട് പോവുകയല്ല, ഫർണിച്ചർ അടക്കം കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷവും മേൽനോട്ടം ഉണ്ടാവും. വേണ്ടി വന്നാൽ അവർക്കൊരു ആരാധനാലയം കൂടി നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ളത് ഇന്നത്തെ കമ്മിറ്റി തീരുമാനിക്കും. നമ്മുടെ നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ VS രഞ്ജിത്ത്, നാടൊരുങ്ങിക്കഴിഞ്ഞോ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ലീഗിനെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊക്കെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൗൺഷിപ്പ് കാണുന്നതിന് വേണ്ടി ധാരാളം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നേതാക്കന്മാരുമുണ്ട്. നേരത്തെ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കയറാൻ നമുക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഉള്ളിൽ ഇതിന്റെ യഥാർത്ഥ ശില്പികൾ അകത്തിരിക്കുന്നുണ്ട്, PM സലാമും PK ബഷീറും ഒക്കെ. അപ്പോൾ അവരെ ഒന്ന് കാണുക കൂടി ചെയ്യാം. നമുക്ക് അവരെന്തോ യോഗത്തിലാണോ എന്നറിയില്ല. അകത്തേക്ക് കയറാലോ അല്ലേ? ഓക്കെ. അപ്പോൾ അകത്ത് ഇതാണ് ഇതിൻ്റെ ലിവിങ് റൂം എന്ന് പറയുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയുക, അഭിമാന നിമിഷമാണ് ഇന്നലെ. അഭിമാനത്തേക്കാളേറെ ഞങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വം, പൊതുജനങ്ങളുടെ സാമ്പത്തികവും മറ്റുമായ എല്ലാ പിന്തുണയോടും കൂടി ഞങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ള വലിയ സംതൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഇത് രാഷ്ട്രീയ ലാഭത്തിനോ ആരോടെങ്കിലുള്ള മത്സരത്തിനോ വാശിക്കോ ഒന്നുമല്ല. അങ്ങനെ തോന്നാം സർക്കാരിൻ്റെ വീടിന് മുമ്പ്, അതുപോലെ ഇലക്ഷന് മുമ്പൊക്കെ വെച്ചുകൊണ്ട്. അല്ല, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച ഡേറ്റ് അല്ലേ. അതിനുശേഷം ആരൊക്കെ ഡേറ്റ് പ്രഖ്യാപിക്കുകയോ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ഇത് 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ വന്ന് ഇതിൻ്റെ ജോലി കണ്ടപ്പോൾ ഫെബ്രുവരി 28 നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അതിനനുസരിച്ചാണ് പിന്നെ ഞങ്ങളെ വർക്ക് മുന്നോട്ട് പോയത്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഗവൺമെൻറ് സംവിധാനത്തെയും മറ്റു സംവിധാനങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ വിശ്വസിച്ചു, തങ്ങൾ ആഹ്വാനത്തെ വിശ്വസിച്ചു. ഒരുപാട് ആളുകൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട സിനിമാ നടൻ ജോയ് മാത്യു വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വലിയ ദുഃഖമുണ്ട്. നേരത്തെ ഇപ്പോൾ ഷൂട്ടിംഗ് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹമൊക്കെ നേരത്തെ പറഞ്ഞ് മുസ്ലിം ലീഗിന് മാത്രമേ ഇത് കഴിയൂ, ഞാൻ അവരെ വിശ്വസിക്കുന്നു എന്നാണ്. അതുപോലെ ധാരാളം ആളുകൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും മഹനീയമായ വശം. ഇതിന് ഡോക്ടർ അരുൺ, ഇതിലേറ്റവും ഇതിന് നേതൃത്വം വഹിച്ച അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ച ആൾ PK ബഷീർ സാഹിബാണ്. എങ്ങനെ ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചു കൊടുക്കാം? അകം കാണിക്കാമല്ലോ. ഇത് നമ്മുടെ സെറ്റിംഗ് ആണ്. ഇത് നമ്മുടെ ഡൈനിങ് ആണ്. ഇതൊക്കെ മരത്തിലാണ്. 6 ചെയറാണ് ഡൈനിങ് ഇതിനുള്ളത്. ഇത് അവർക്ക് IT ഉപകരണങ്ങളുണ്ട്. അത് 5000 രൂപ വരെയുള്ള വീട്ടുപകരണങ്ങൾ, അതായത് മിക്സി, ഗ്രൈൻഡർ ഒക്കെ ഉള്ള ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല ബെഡ്റൂം. ഈ ബെഡ്റൂം ഇത് നല്ല കട്ടിൽ, അതിലേക്ക് ഒരു ബെഡ്, നല്ല ഷെൽഫ്, ഇങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇവിടെ നേതാക്കന്മാർ ഇരിക്കണ അത് സെറ്റ് കണ്ടല്ലോ, ആ സെറ്റ് ഫർണിച്ചർ. പിന്നെ ആ സെറ്റൊക്കെ ഒന്ന് കാണിച്ചേക്ക് രഞ്ജിത്തെ. ഇവിടെ അടുക്കള, ബഷീർ വളരെ ആക്റ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കോമൺ ബാത്റൂം. മണ്ഡലത്തിൽ മത്സരിച്ചില്ലെങ്കിൽ നമുക്കൊരു വലിയ മുതൽക്കൂട്ടാവും. കഥ പറയുന്നത് ഇത് നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കിച്ചൺ. ഇത് നന്നായിട്ട് പറയുന്നുണ്ടെന്ന്. നന്നായിട്ട് പറയണേ. ഞാൻ ഇതിൻ്റെ ആദ്യം മുതൽ തുടക്കം മുതലുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്, സന്തോഷമാണ്. കാരണം ഞാൻ ഒരുപാട് പ്രയാസം, ഒരുപാട് ഈ ഭൂമി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് മുൾമുനി നിർത്തിയൊരു സമയം ഉണ്ടായിരുന്നു. എത്ര തവണ ചുരം കയറി? ഒരു 100-120 പ്രാവശ്യമായിട്ട് ചുരം കയറിയിട്ടുണ്ടാവും ഇതിനായിട്ട്. ഇത് പിന്നെ എന്താ വെച്ചാൽ ഒരു ടാസ്ക് ആയിരുന്നു. തങ്ങളും പാർട്ടിയും മുനാടി സാഹിബും സലാം സാഹിബും പാർട്ടിയും ഒക്കെ ഏൽപ്പിച്ചൊരു ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇലക്ഷനായിട്ട് ഏറനാട് മണ്ഡലത്തിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? നമ്മളൊന്നും അതെ, മണ്ഡല ഇലക്ഷനല്ല, അത് ജനങ്ങൾ നോക്കിക്കോളൂ. 105 വീടാണ്. അതിൽ 51 വീടിന്റെ താക്കോൽ നമുക്കതല്ല ഒന്നുകൂടി കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകളെ കണ്ടൊക്കെ തള്ളി തുടങ്ങി കേട്ടോ. മിക്സി, നല്ല തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹോട്ട്, എല്ലാ നടപടിയും പൂർത്തിയായി. ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഈ മിക്സി മാത്രമാണോ മറ്റു സാധനം? ഒരുപാട് ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് അവർ കൊടുക്കട്ടെ. കാരണം എല്ലാം കൂടി നമ്മളെ കണക്കിൽ വെച്ചാലേ ഇനിയിപ്പം പല ആൾക്കാർ ഫാൻ കൊടുക്കാന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ ഇത് പറയുന്നുണ്ട്. അത് വീട് ഇതിന്റെ ഒരു ഭാവി മെയിൻ്റനൻസ് കൂടി മെയിൻ്റനൻസ് ഇല്ല, ഇത് അവർ നോക്കുക, ഇത് അവർക്ക് ഫുൾ ഓൺ. നമുക്കൊരു നിയന്ത്രണമല്ല. നമ്മൾ അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞാൽ കൈമാറും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സർക്കാരിൻ്റെ നിയമമൊന്നും നമുക്കില്ല. നമ്മൾ ഇതോട് കൂടി തന്നെ ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. നമ്മളത് ഇതിന് അപ്സ്റ്റെയർ എടുക്കാനുള്ള സൗകര്യങ്ങളും ഇതിനുണ്ടാക്കിയിട്ടുണ്ട്. അത്രയും ഒരു അടിത്തറയാണ്. 8 സെൻറ്റ് സ്ഥലമാണ്. ഇതാണ് ഈ വീടിൻ്റെ അകം എന്ന് പറയുന്നത്. ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ വലിയൊരു വീട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ആരോട് മത്സരിക്കാനല്ലാന്ന് PM സലാം സാഹിബ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ കമ്പയർ ചെയ്യുന്നില്ല മറ്റു വീടുകളോട്. ഏതായാലും നല്ല മനോഹരമായ ഒരു വീട് അത് ഇന്ന് വൈകിട്ട് കൈമാറ്റം ചെയ്യുകയാണ് ഡോക്ടർ. ഓക്കെ, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ വീടുണ്ടാക്കിയിരിക്കുന്നത്. അതങ്ങനെ തല്ലിപ്പുള്ളി ഉടായ്പ വീടൊന്നുമല്ല, നല്ല വൃത്തിയുള്ള വീടാണ്. ആ സ്ഥലവും ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ കണ്ടു, നല്ല മനോഹരമായിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു വലിയ കമ്പനിയുടെ ഒരു ഈ വില്ലയൊക്കെ നിർമ്മിക്കുന്ന ബിൽഡേഴ്സിൻ്റെ ഒരു വലിയ വില്ലാ സമുച്ചയം പോലെയാണ് അല്ലേ. സൂപ്പറായിട്ടുണ്ട്.